ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിരത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര
ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിച്ചവനായ നല്ലവനായ ദൈവത്തെ ഞാൻ മുന്നമേ സ്തുതിക്കുന്നു. ആമുഖമായിട്ട് നമുക്കൊരു വാക്യം വായിച്ചു കേൾക്കാം. അത് 1 പത്രോസ് 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. നിങ്ങൾ തെറ്റുവീഴുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ആടുകൾ പൊതുവെ തെറ്റുവീഴുന്ന് നടക്കുന്നവയാണ്, അലസമായി നടക്കുന്നവയാണ്. ഒന്ന് കണ്ണ് തെറ്റിയാൽ മലയെ മറിഞ്ഞു കിടക്കുന്നവരാണ്. ഇടയൻ്റെ ശബ്ദം കേട്ട് ഒന്നിച്ച് നടക്കുന്നതിന് വിപരീതമായി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണവർ. അവരുടെ ചിന്ത എങ്ങനെയാണ്? പലപ്പോഴും കുഞ്ഞാടുകൾ, ചെറിയ ആടുകൾ ഈ കൂട്ടം വിട്ട് നടക്കാൻ അവർക്ക് വലിയ തൽപരരാണ്. ഈ കൂട്ടം വിട്ട് നടക്കുമ്പോൾ വലിയ അപകടമുണ്ട്. കാരണം ചെന്നായ്ക്കൾ അവരെ നോക്കിയിരിക്കുകയാണ്. ചെന്നായ്ക്കൾ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചിരിക്കുക. അവരെ മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടിരിക്കുന്നുണ്ട്. അവരുടെ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നിഷ്കളങ്കത്വം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മകളുണ്ടെങ്കിൽ അതെല്ലാം മോഷ്ടിച്ചെടുക്കുക. അവരുടെ ഉള്ളിൽ ജീവനോടെ ഇരിക്കുന്ന ആത്മാവിനെ കൊന്നുകളയുക, അറുപ്പാനും മുടിപ്പാനും, അവരുടെ തലമുറ തന്നെ മുടിപ്പാനും ആഗ്രഹിച്ചിരിക്കുന്ന ചെന്നായ്ക്കളുണ്ട്. പൈശാചിക വൃന്ദങ്ങളുണ്ട്. എന്നാൽ ആടുകളെപ്പോഴും ഇങ്ങനെയൊരു ചിന്ത കൂടി അവരുടെ ഉള്ളിലുണ്ട്. ഇടയൻ അവരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇടയൻ അവരെ പോറ്റി പുലർത്തുന്നുണ്ട്. വേണ്ടതെല്ലാം നൽകി അവരെ നടത്തുന്നുണ്ട്. നല്ല വഴിയിലേക്ക് നടത്തുന്നുണ്ട്. നല്ല ദിശാബോധമുള്ള ഇടയനുണ്ട്. പക്ഷേ ആ ദിശയിൽ നിന്നെല്ലാം വ്യതിചലിച്ച് നടക്കാൻ താല്പര്യപ്പെടുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എവിടെയാണ്? വേർ ആർ യു? ഈ ഇടയൻ്റെ കൂട്ടത്തിൽ ഇടയൻ്റെ ആജ്ഞകൾക്കനുസരിച്ച് നടക്കുന്ന ഒരു നല്ല അനുസരണമുള്ള ഒരാടാണോ നാം? അതോ അവിടെ നിന്നെല്ലാം തെറ്റി ഉഴന്ന് നടക്കുന്ന വ്യക്തികളാണോ? നാം ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപക്ഷെ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നല്ല ഇടയനായ യേശുവിൻ്റെ വഴിയിൽ നിന്ന്, അവൻ്റെ ആജ്ഞകളിൽ നിന്ന്, അവൻ്റെ കൽപ്പനകളിൽ നിന്ന്, അവൻ്റെ സ്നേഹമസൃണമായിട്ടുള്ള എല്ലാവിധ വലയങ്ങളിൽ നിന്നും വിട്ടു പോകുന്നവരാണോ നാം? നമ്മുടെ ഉള്ളിൽ കലഹമുണ്ടോ? നമ്മുടെ ഉള്ളിൽ വിഷമമുണ്ടോ? ദുഃഖമുണ്ടോ? നിരാശയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ഏത് തരത്തിലുള്ളവരാണ്? കലഹിക്കുന്നവരാണോ? അതോ പടകൂടുന്നവരാണോ? ശാഠ്യം പിടിക്കുന്നവരാണോ? കൽപ്പനകളും പാലിച്ച് നടക്കുന്നവരാണെങ്കിലും വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്നവരാണോ? നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളോട് വളരെ അകാരണമായിട്ട് സകല ദേഷ്യവും അവരുടെ മേൽ എടുക്കുന്നവരാണോ? എല്ലാം നമ്മളിത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വേർ ആർ യു? അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വഴികളിലേക്ക് നടന്ന് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ രസിച്ച് സിനിമാശാലകളിലും മദ്യശാലകളിലുമെല്ലാം നടന്ന് ഈ ലോകം ആസ്വദിക്കണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അങ്ങനെ തെറ്റിയൊഴുന്ന് നടക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സുഖം, ഈ ലോകത്തിൽ നമുക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതം പരമാവധി ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ഒരു തത്വശാസ്ത്രത്തോടുകൂടി ജീവിക്കുന്നവരുണ്ടോ? ഈ ലോകം പരമാവധി ആസ്വദിക്കണം, ഈ ലോകം പരമാവധി കാണണം. ലോകത്തിന് മുമ്പിൽ തെറ്റുകാരല്ലെങ്കിലും ഈ ലോകം ആസ്വദിക്കണമെന്ന് ഈ മായ ചന്തകളിൽ പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നീ? നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുണ്ട്. പക്ഷേ അന്തർലീനമായി കിടക്കുന്ന ചോദ്യം, ആർ യു ഹാപ്പി ദെയർ? ഇങ്ങനെ നടക്കുമ്പോൾ നീ അക്ഷരാർത്ഥത്തിൽ സന്തോഷവാനാണോ? നിനക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷവും സമാധാനവും നിൻ്റെ മനസ്സിലുണ്ടോ? നിൻ്റെ വീട്ടിൽ നിനക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടോ? നിൻ്റെ ജോലി സ്ഥലത്ത് നിനക്കൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടോ? അതെല്ലാം നാം ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെ നിനക്ക് പിരിമുറുക്കമാണെങ്കിൽ, അവിടെ നിനക്ക് ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ, അവിടെ നിനക്ക് തർക്കമാണെങ്കിൽ, നിൻ്റെ ഉള്ളിൽ നീ കഠിനഹൃദയനാണെങ്കിൽ, നീ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ദൂരേക്ക് പോയ ഒരു ധൂർത്തപുത്രനെ പോലെയാണ്. മടങ്ങി വരേണ്ട ദിവസമാണ്. അതാണ് നമ്മൾ ആദ്യം കേട്ടത്. നിങ്ങൾ തെറ്റിയൊഴുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. മടങ്ങി വരിക എന്നുള്ളൊരു ചിന്ത, അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ചിന്ത നമുക്ക് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്. അവൻ്റെ സ്നേഹവലയത്തിലായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അങ്ങനൊരു ചിന്ത അങ്കുരിക്കുമ്പോൾ ഉടനെ തന്നെ എഴുന്നേറ്റ് ഒരു സുബോധം വന്നവനെ പോലെ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. കാരണം അപ്പൻ്റെ വീട്ടിൽ നിന്ന് നീ അകന്നകന്ന് പോയപ്പോൾ നിനക്ക് ഒരു ഭക്ഷണം നിനക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, നല്ല ഭക്ഷണമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, ആത്മീയ ഭക്ഷണം നിനക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. യു ലോസ്റ്റ് യുവർ ഫുഡ് ആക്ച്വലി, ആൻഡ് ദെൻ യു ലോസ്റ്റ് യുവർ വർക്ക്. നിനക്ക് ജോലി ഉണ്ടായിരുന്നില്ല, യാതൊരു ജോലി ഉണ്ടായിരുന്നില്ല. കർത്താവിന് വേണ്ടി നിനക്കൊന്നും ചെയ്യാനാവുന്നില്ല. നീ എന്താ ചെയ്യുന്നത്? ഒരു യഹൂദനായ ഒരു
വ്യക്തി ഏറ്റവും വെറുക്കുന്നതായിട്ടുള്ള പന്നിക്കൂട്ടത്തിലേക്ക് നിനക്ക് ജോലി കിട്ടിയത്. അവിടെ നിനക്ക് ആഹാരം ഉണ്ടായിരുന്നില്ല. യു ലോസ്റ്റ് യുവർ ഫുഡ്, യു ലോസ്റ്റ് യുവർ വർക്ക്, സംടൈംസ് യു ലോസ്റ്റ് യുവർ ടെസ്റ്റിമണി. നിൻ്റെ സാക്ഷ്യം നിനക്ക് നഷ്ടപ്പെട്ടു, നിൻ്റെ ഐഡൻറ്റിറ്റി നിനക്ക് നഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തരും നമ്മൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഒരു കരിയർ എല്ലാം തീർന്നിരിക്കുകയാണ്. നമുക്കൊന്നും പറയാനില്ല. അല്ല, ഞാൻ ഒരു നികൃഷ്ടനായ വ്യക്തിയല്ലേ നീ എന്ന് മറ്റുള്ളവർ കണ്ടില്ലേ, ആ നികൃഷ്ടനായ റച്ചഡ് പുവർ മാൻ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും നിന്നെ വിളിച്ചിട്ടുണ്ടാവും. നീ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാൻ അത്ര റച്ചഡ് പുവറൊന്നും അല്ല, എൻ്റെ അപ്പൻ ധനികനാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിലെ കൂലിക്കാർ പോലും നല്ല ധനവാന്മാരെ പോലെയാണ് ജീവിക്കുന്നത്, അവർ നല്ല സുഭിക്ഷതയോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ നിനക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ നീ നികൃഷ്ടനും വളരെ ബലഹീനനുമായ ഒരു വ്യക്തിയെ പോലെയാണ്. ആൻഡ് ഫൈനലി യു ലോസ്റ്റ് യുവർ ഹോം ഓൾസോ. നമ്മുടെ വീടും നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു വീടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അലസമായി പോയി ഇത് ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് അവിടെ അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിനക്കൊരു വീടില്ല. ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് നമ്മൾ ഒരു ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഓസ്ട്രേലിയയിൽ പോയി അല്ലെ അമേരിക്കയിൽ പോയി അവിടെ ആ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് രസിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് തോന്നും നമ്മളൊരു വെളുത്ത വ്യക്തിയായിട്ടാണ് ഇവിടുന്ന് പോയത്, ഒരു നല്ല മിടുക്കനായിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ അവർക്ക് നമ്മളെ തോന്നും യു ബ്ലാക്ക്, വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് അവർ ചിലപ്പം ചോദിച്ചെന്നിരിക്കും. ഈ ലോകത്തിൽ ആ തരത്തിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നാം എല്ലാവരും വേറൊരു ദേശത്തിലെ വേറൊരു പരദേശിയായിട്ടുള്ള ഒരു ജീവിതമാണല്ലോ നമുക്കുള്ളത്. ഒരു പരദേശ പ്രയാണമാണല്ലോ നാം ഇവിടെ കഴിക്കുന്നത്. അപ്പൻ്റെ വീട്ടിലേക്ക് വേഗം മടങ്ങി വരിക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തീരെ ചെറുപ്പത്തിലെ ഇന്ന് അപ്പൻ്റെ വീട് വിട്ടു പോകുന്നവർ അനേകരാണ്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ യൂണിഫോം ഇട്ട് സിനിമാശാലകളിലേക്ക് പോകുന്നു. അവർക്ക് ക്ലാസ് കട്ട് ചെയ്യുന്നതിലൊരു ബുദ്ധിമുട്ടില്ല, ടീച്ചറിനോട് എതിർത്ത് സംസാരിക്കുന്നതിനൊരു ബുദ്ധിമുട്ടില്ല, അപ്പനോടോ അമ്മയോടോ എതിർത്ത് സംസാരിക്കുന്നതിനോ എന്തെല്ലാം രൂപം മോഷ്ടിക്കുന്നതിലോ ഒന്നും തീരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ വിട്ടുപോകുന്നു. ഇതെല്ലാം നമ്മളെ കണ്ണ് നനയിപ്പിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്. എവിടെയാണ് നമുക്ക് തെറ്റുന്നത്? നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം പാകപ്പിഴകളുണ്ടോ? നമ്മൾ വേർ ആർ യു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളെവിടെയാണ് നിൽക്കുന്നത്? യേശു നയിക്കുന്ന ഒരു ആട്ടിൻകൂട്ടത്തോട് ചേർന്ന് അവൻ്റെ വചനം കേട്ട്, അവൻ്റെ ഇമ്പമേറിയ വാക്കുകൾ കേട്ട്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന അനുസരിക്കേണ്ട വാക്കുകൾ കേട്ട് നമ്മൾ ഒരു കൂട്ടത്തോടെ നീങ്ങുകയാണോ എന്ന് നമ്മൾ സദാ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ സ്നേഹമുള്ള ഒരു ഇടയനാകുന്നു, ഞാൻ കരുണയുള്ള ഒരു ഇടയനാകുന്നു. നല്ല ഇടയൻ്റെ പ്രത്യേകത അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുന്നത് മാത്രം തെളിമയുള്ള ഒരു വ്യക്തിയാണ് അത് പറയുന്നത്. കാരണം അവനിൽ നന്മ മാത്രമേ ഉള്ളൂ. കാരണം നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾ കൊണ്ട് പറയുക മാത്രമല്ല, തൻ്റെ പ്രവൃത്തി കൊണ്ട്. കുഞ്ഞാടിൻ്റെ ആ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി അർപ്പിച്ചവനായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. ആ വിളി കേൾക്കാൻ നമ്മുടെ കാതോർക്കണമെന്ന് മാത്രം. കർത്താവ് നമ്മളെ വിളിക്കുന്നു, വാമോനെ, നീ തെറ്റിപ്പോകാതെ വാമോനെ, എത്ര ദൂരത്തായാലും എൻ്റെ അടുത്തേക്ക് വാമോനെ എന്ന് വിളിക്കുന്ന ആ വിളി കേൾക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പണ്ടെങ്ങോ പാടിക്കേട്ട ഒരു പാട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, ഒരു ലൈൻ മാത്രം. നല്ല ഇടയാ നീ ഞങ്ങളെ നേർവഴി കാട്ടി നടത്തിടണേ, നല്ല ഇടയാ നീ ഞങ്ങളെ നേർവഴി കാട്ടി നടത്തിടണേ. നിഷ്കളങ്കമായ ഒരു പ്രായത്തിൽ, ഒരു കുട്ടിക്കാലത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ആ പാട്ട് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ, അവൻ്റെ മടിയിൽ കയറിയിരിക്കാൻ, അവൻ്റെ ലാളന ഏൽക്കാൻ, അവൻ്റെ തലോടലേൽക്കാൻ കൊതിക്കുന്ന ബാല്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ നിഷ്കളങ്കമായ ആ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? പിശാചിൻ്റെ കരാള ഹസ്തത്തിലേക്ക്, പിശാചിൻ്റെ കുരുക്കിലേക്ക്, പിശാചിൻ്റെ കെണികളിലേക്ക് നമ്മൾ ഊർന്നങ്ങ് വീണ് അവൻ്റെ മോഹന വാഗ്ദാനങ്ങളിലേക്ക്, അവൻ്റെ മായ കാഴ്ചകളിലേക്ക്, അവൻ വെച്ചിരിക്കുന്ന മായ കാഴ്ചകളിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നു. അവൻ്റെ കെണിയിലാകുന്നു. അനേകം പാമ്പുകൾ നമ്മുടെ ദേഹത്ത് ചുറ്റുന്നു. അവസാനം നമ്മുടെ കഴുത്തിന് ചുറ്റി അവൻ നരകത്തിലേക്ക് കൊണ്ട് തള്ളിക്കളയുന്ന വലിയ ഒരു കാഴ്ചയുണ്ട്. അവിടുന്ന് നമുക്ക് കുതിരണ്ടേ പ്രിയരെ, അവിടുന്ന് നമുക്ക് കുതിരണം, തീർച്ചയായിട്ടും കുതിരണം. ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുക, അത് ശ്രവിക്കുക. എനിക്കും അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. 40-ാമത്തെ വയസ്സ് വരെ ഞാനിങ്ങനെ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ജീവിച്ചു. എന്നാൽ 40-ാമത്തെ വയസ്സിൽ കാൽവരി പ്രയർ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു സുവിശേഷ യോഗത്തിൽ വന്ന് വചനം കേട്ടപ്പോൾ, ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, ആ നല്ല ഇടൻ്റെ വിളി എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയപ്പോൾ, യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ, അവൻ്റെ പിന്നാലെ പോകും, അവൻ്റെ ആട്ടിൻകൂട്ടത്തോടൊപ്പം, അവൻ നയിക്കുന്ന ആട്ടിൻകൂട്ടത്തോടൊപ്പം നയിക്കുവാൻ, ഒരു നല്ലൊരു സിയോൻ യാത്രാ സംഘത്തോടൊപ്പം ചേരുവാൻ
നിത്യനായ ദൈവം എനിക്കും ഒരു കൃപ തന്നു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു സമാധാനം തിരയടിച്ചു വന്നു. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വചനം കേട്ട് മനസ്സ് മാറിയത് എൻ്റെ ജീവിതത്തിലെ അതിനിർണായകമായ ഒരു ദിവസമായി മാറി. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക. അനേക തെറ്റുകൾ, നമ്മുടെ തന്നെ അനേകതരമായിട്ടുള്ള തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന അനേകമായ തെറ്റുകളും ഒരു മ്ലേച്ഛ ജീവിതമാണല്ലോ ഞാൻ ദൂരെ നയിച്ചതെന്നുള്ള ഒരു വ്യക്തതയും എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അന്ന് മുതൽ എൻ്റെ ജീവിതം മാറി. എൻ്റെ ഈ നിസ്സാര ജീവിതം എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, അവൻ്റെ വചനം കേട്ട് മുൻപോട്ട് പോകുവാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ പിന്നീടുള്ള ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊരു നല്ല സമാധാനത്തോടെ ഇന്ന് ജീവിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിലും ഒരു സമാധാനത്തോടെ, ആരോടും ദേഷ്യപ്പെടാതെ, ആരോടും കോപിക്കാതെ, അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ പഠിപ്പിക്കുവാനും എന്നെ ഉയർത്തുവാനും യേശുക്രിസ്തു ഈ വർഷങ്ങളിൽ എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ വഴിയിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കാണാതെ പോയ ആടിൻ്റെ ഉപമ നമ്മൾ കേൾക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു മനോഹരമായ ഉപമയാണ്. ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരുന്നു. നമുക്കത് വായിച്ച് കേൾക്കാം. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99-നെയും മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് അവരോട് പറയും. ദൈവത്തിന് സ്തോത്രം. 100 ആടുകളുള്ള ഒരു മനുഷ്യൻ 99 ആടുകളെയും വിട്ടേച്ചിട്ട് കാണാതെ പോയ ആടിനെ തിരഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച. തെറ്റിപ്പോയ ഒരാടിനു വേണ്ടി സർവ്വതും ബാക്കി എല്ലാം ഉപേക്ഷിച്ച് അവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന്, വളരെ കഷ്ടപ്പെട്ട് നടന്ന്, വളരെ ത്യാഗം സഹിച്ച് അതിനെ കണ്ടെത്തി, അതിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അതിനെ ഒക്കത്തെടുത്തുകൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ആ മനോഹരമായ കാഴ്ച, ഞാൻ നല്ല ഇടയനാകുന്നു, എന്നിട്ട് എല്ലാവരോടും കൂടി സന്തോഷിക്കുന്ന ഒരു കാഴ്ച മനോഹരമാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ വാക്യത്തിലായിട്ട് വലിയൊരു മർമ്മമാണ് അവിടെ പറയുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പല ആടുകളും അലഞ്ഞെരിഞ്ഞു പോകുമ്പോൾ ആ വഴിക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അനേകർ കൂട്ടത്തോടെ പോവുകയാണ് ചെയ്യുന്നത്. അനേകർ ആ ദുഷ്ടൻ്റെ വലിയ ആലയിലേക്ക് കൂട്ടത്തോടെ ചെല്ലുക, ഒരു റാലി പോലെ പോവുകയാണ്. പിശാചിൻ്റെ ആ കൂടാരത്തിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു പോവുകയാണ്. എന്നാൽ ഒരാൾ തിരിഞ്ഞു വരുന്നു. ആ മാനസാന്തരപ്പെട്ട ഒരു പാപി തിരിഞ്ഞു വരുന്നു. ഒരു പാപി മാനസാന്തരപ്പെട്ട് ആത്മാക്കളുടെ ഇടയൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന ആ മനോഹരമായ കാഴ്ച കണ്ടിട്ട് സ്വർഗം കൈയടിക്കുക, സ്വർഗം സന്തോഷിക്കുക. ആ മനോഹരമായ ആ ഒരു വേളയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങണ്ടേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാനസാന്തരപ്പെട്ട പാപി, അതൊരു വലിയ കൃപയാണ്. നമ്മൾ നോക്കുമ്പോൾ ആടുകളെക്കാട്ടിലും സാധുവായിരിക്കുന്ന ഒരു ഇടയനെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളെക്കാട്ടിലും സാധുവാണ്. അവൻ സ്നേഹവാനാണ്, കാരുണ്യവാനാണ്. വേദപുസ്തകത്തിൽ ഉടനീളം ആടുകളെക്കുറിച്ചുള്ള പല പശ്ചാത്തലങ്ങളും ഒരുക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മോശയുടെയും ദാവിദിൻ്റെയും എല്ലാം കൂടെ ആട്ടിൻപറ്റങ്ങളിങ്ങനെ ഉരുമ്മി നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മോശ 40 വർഷം ഇത്രയുടെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ട് സിയോൻ പർവ്വതത്തിലൂടെ എല്ലാം നടന്നിരുന്നു. ഒരു കുഞ്ഞാട് അവിടുന്നും കാണാനില്ല. അതിനെ നോക്കി മോശ ഇങ്ങനെ നടന്നു പോയി എൻ്റെ താഴ്വാരങ്ങളിലേക്ക്, സിയോൻ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു നീർത്തോടിൻ്റെ അടുത്ത് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ആടിനെ കണ്ടപ്പോൾ മോശ കരഞ്ഞുപോയി എന്നാണ് പറഞ്ഞത്. കാരണം ഇതിനെ ദാഹിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതിനെ കോരിയെടുത്ത് പിന്നെ ഒട്ടും ഈ മരുഭൂമിയിലൂടെ നടത്താതെ കോരിയെടുത്തുകൊണ്ട് ആട്ടിൻകൂട്ടത്തേക്ക് കൊണ്ടുവന്ന മോശയെ നോക്കി കർത്താവ് സന്തോഷിച്ചു എന്ന് ഒരു ചരിത്രം പറയുന്നുണ്ട്. ദാവീദും അങ്ങനെ തന്നെ. ഇടയ ബാല്യം നമുക്ക് കാണാൻ പറ്റും. തള്ളയാടുകളെ നോക്കുന്ന ജോലിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ദാവീദിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ആടുകളെ മേയിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടി, നല്ല മനോഹര ഗീതങ്ങൾ പാടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മനോഹരമായ ബാല്യം ദാവീദിനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകപ്പാടെയുള്ള അവരുടെ ഇടയന്മാരുടെ ആയുധങ്ങൾ ഒരു കവണയും ഇച്ചിരി കല്ലുകളും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മതിയായിരുന്നു. ഒരു ഗോലിയാത്തിനെ, ഒരു പൈശാചികനെ, ഒരു ബലവാനായിട്ടുള്ള പൈശാചികനെ നേരിടുവാൻ അവൻ്റെ കയ്യിൽ ഒരു കവണയും കല്ലും മതിയായിരുന്നു. കാരണം അത്രയ്ക്കും മാത്രം ഒരു കോൺസെൻട്രേഷൻ, അത്രയ്ക്കും മാത്രം ഒരു ധീരത ഇടയ ബാലനായ ദാവീദിനുണ്ടായിരുന്നു. ദാവീദ് രചിച്ച കീർത്തനങ്ങൾ, ദാവീദ് രചിച്ച സങ്കീർത്തനങ്ങൾ അനേകരെ സ്വസ്ഥതയിലേക്ക് നയിച്ചു. അനേകരെ സ്വസ്ഥതയുടെ ജലാശയങ്ങളിലേക്ക് നയിച്ചു. 23-ാം സങ്കീർത്തനം കോടിക്കണക്കിന് ജനങ്ങൾക്കാണ്, അസ്വസ്ഥരായിട്ടുള്ള ജനങ്ങൾക്കാണ്
സ്വസ്ഥതയിലേക്ക് അവരെ ഇന്നയോളം നയിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു കഥ പോലുമുണ്ട്. ഒരിക്കലും 23-ാം സങ്കീർത്തനം ഒരു ഗായകൻ പാടുകയാണ്. ഒരു വിരുന്നിൻ്റെ ഇടയ്ക്ക് മനോഹരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ആ പാട്ട് കഴിഞ്ഞപ്പോൾ കരഘോഷം ഉയർത്തുന്ന കാഴ്ചയുണ്ട്. ഒരു വന്യ പുരോഹിതനും ആ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു കുസൃതി എന്നോളം ഈ ഗായകൻ ഈ വന്യ പുരോഹിതനോട് ആ പാട്ട് പാടാനായിട്ട് നിർബന്ധിക്കുകയാണ്. വയോധികനായ ആ പുരോഹിതൻ പിന്തിരിയാനായിട്ട് പല പ്രാവശ്യം നോക്കുന്നുണ്ട്. എനിക്ക് പാട്ടറിയില്ല, ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം 23-ാം സങ്കീർത്തനം ചൊല്ലിയത് നിർനിമേഷമരായി എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളിൽ കൂടി കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി വരുന്ന കാഴ്ച കണ്ടപ്പോൾ ആ ഒരു അവിടെ ഉണ്ടായിരുന്ന സംഘം മുഴുവനും, ആ വിരുന്നുശാലയിലുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി. അദ്ദേഹം പതുക്കെ ആ വടി, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ഇങ്ങനെ മുട്ടി നടന്നു പോകുന്ന ഒച്ച മാത്രം അവിടെ പ്രതിധ്വനിച്ചു. ഗായകൻ അത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ടോ എന്ന് ആ കാഴ്ച കണ്ടിട്ട് ഗായകൻ മാനസാന്തരപ്പെട്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഗായകൻ പറഞ്ഞു, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, എന്നാൽ ഈ പുരോഹിതന് ഇടയനെ അറിയാം. ഇടയനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യേശുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പുരുഷായുസ്സിൽ നമ്മൾ യേശുവിനെ പരിചയപ്പെട്ടിട്ടില്ല എങ്കിൽ, സ്വന്തമായിട്ട് പരിചയപ്പെട്ടിട്ടില്ല എങ്കിൽ, സ്വന്തമായിട്ട് കണ്ടുമുട്ടിയിട്ടില്ല എങ്കിൽ, സ്വന്തമായിട്ട് അവനോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ നഷ്ടമാണ്. അവനോടൊരു വാക്ക് പറഞ്ഞ പരിചയപ്പെടുക, അവനെ അറിയുക, അവനെ ഹൃദയത്തിൽ അറിയുക, അവന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുക, ആ ഇടയൻ്റെ പിന്നാലെ നടക്കുക. അതൊരു വലിയൊരു കാര്യമാണ്. ഇടയവൃത്തി എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെ അതിൻ്റെ അർത്ഥം. ഇടയ ജോലി എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് തന്നെ അർത്ഥം. എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അവിടെ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, വലിയ ഒരു പ്രായോഗികതയുടെ വളരെ ഒരു പ്രാഗ്മാറ്റിസം ഒന്നും ആവശ്യമൊന്നുമില്ല, പ്രാക്ടിക്കലാകേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം, സ്നേഹിക്കുക. വല്ല ഒരു വലിയ കായിക ബലമൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് വേണ്ടത്? സ്നേഹിക്കുക. ആടുകളെ അറിയുക, ആടുകളെ പേര് വിളിച്ചറിയുക, വ്യക്തിപരമായിട്ട് അറിയുക. എല്ലാ ആടുകളെയും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുവൻ മാത്രം, ഒരു ഇടയൻ മാത്രം. അവൻ്റെ പേരെത്രയോ യേശു ക്രിസ്തു. അവനാണ് നല്ല ഇടയൻ. ആ ഇടയൻ്റെ പിന്നാലെ ഒരു വാക്ക് പറഞ്ഞ് അവൻ ഇടയൻ്റെ സ്വരം കേട്ട് നടക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. പല പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ നേരിട്ട് കണ്ടുമുട്ടുമ്പോൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ, നേർക്കുനേർ കാണുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുമോ എന്ന്, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് 2-3 തവണ മൂന്നാവർത്തി ചോദിച്ച് ഉറപ്പ് വരുത്തുകയാണ്. ഓരോ തവണ ചോദിക്കുമ്പോഴും അവൻ ഉത്തരം പറയുന്നുണ്ട്. നീ അറിയുന്നല്ലോ കർത്താവേ, നീ അറിയുന്നല്ലോ, എൻ്റെ ഉള്ളം നീ അറിയുന്നല്ലോ, എൻ്റെ അടിമുടി നീ അറിയുന്നല്ലോ, നീ അറിയുന്നത് പോലെ ആരും അറിയുന്നില്ലല്ലോ, എനിക്ക് നിന്നോട് പ്രിയമാണ് കർത്താവേ. അവസാനം ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീഴുന്നുണ്ടോ, അവന് ദുഃഖം വന്നിട്ട് ഉറ്റിറ്റ് വീഴുന്നുണ്ടോ എനിക്കറിയില്ല. നീ അറിയുന്നില്ലേ കർത്താവേ, എൻ്റെ ജീവിതം ഇനി നിനക്കായി മാത്രം എന്ന ഒരു വാക്ക് അവൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ 100 തൊട്ടം പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്ന പത്രോസിനെ നോക്കി കർത്താവ് പറയാണ്, എൻ്റെ ആടുകളെ മേയ്. കർത്താവിനറിയാം ആ സ്നേഹം, ആ 100% സ്നേഹം, മുറ്റി നിൽക്കുന്ന ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ആടുകളെ നയിക്കാനാവൂ. ഇന്ന് നമ്മൾ കാണുന്ന ആടുകളെ നയിക്കുന്നവരുണ്ട്. കർത്താവിനറിയാം പുറത്തുള്ള ചെന്നായ്ക്കളെക്കാട്ടിലും അകത്തുള്ള സ്നേഹമില്ലാത്ത ഇടയന്മാർ ആടുകളെ വേറെ ദിശയിലേക്ക് കൊണ്ടുപോകും. ആടുകളെ ഊറ്റിയെടുക്കും, ആടുകളെ ഊറ്റി പിഴിഞ്ഞെടുക്കും. ചിലപ്പോൾ പാല് മാത്രമല്ല, രക്തം കൂടി ഊറ്റിയെടുക്കുന്ന ചെന്നായി നമുക്ക് ഒരുപക്ഷെ കാണാം. നാം ഓരോരുത്തരും കരുതിയിരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. നാം ആ നല്ല ഇടയനെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. യേശുവിനെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു ഭാഗ്യം. നല്ല ഇടയന്മാർക്കൊരു സ്വഭാവം ഉണ്ടാവും, അവന് കരുതലുണ്ടാവും, ഒരു കരുണയുണ്ടാവും, ഒരു കാവലുണ്ടാവും, ഒരു കരുതൽ, എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ. ഒരാളെപ്പോലും പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചെടുക്കാനാവും? ആർക്കും പിടിച്ചെടുക്കാനില്ല. കാരണം ആ തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് കർത്താവ് അവൻ്റെ കൂടെയുള്ള ആടുകൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഒരു വാക്ക് പറയണമെന്ന് മാത്രം. കർത്താവിനോട് ഒരു വാക്ക് പറയണം. ഇനി മനസ്സറിഞ്ഞൊരു പാപം ചെയ്യില്ല, ഇനി മനസ്സറിഞ്ഞ് ഞാൻ മാറിപ്പോവില്ല, തെറ്റിപ്പോവില്ല എന്നൊരു വാക്ക് പറയുന്നതിനോട് കർത്താവ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ അവസാന നിമിഷം കർത്താവ് എല്ലാം വിട്ടുപോയി യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നേരിട്ട് കണ്ടവരായവർ അതെല്ലാം കണ്ടിട്ടും വീണ്ടും വലയെടുത്തിട്ട് കടലിലേക്ക് പോയപ്പോൾ ഒന്നും കിട്ടാതെ മടങ്ങി വരുമ്പോൾ കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിപ്പിൻ എന്ന് പറയുന്ന നല്ലവനായ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പവും മീനും എല്ലാം ഒരുക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിപ്പിൻ എന്ന് പറയുന്ന ആ കരുതുന്ന സ്നേഹം ഈ നല്ല ഇടയനിൽ നമ്മൾ കാണാം. ഒരു കാവൽ, നല്ലൊരു ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്ന് കർത്താവ് പറയുന്നു. നല്ല ഇടയൻ ആ വാതിൽക്കൽ കാവൽ കിടക്കുകയാണ്. ഒരൊറ്റ ആടിന് ഒന്നും സംഭവിക്കാതെ, ഒരാട് പോലും നഷ്ടപ്പെടാതെ, തൻ്റെ കൂട്ടത്തിലുള്ള ഒരാട് പോലും നഷ്ടപ്പെടാതിരിക്കാൻ സദാ കാവലായിരിക്കുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജഡത്തിൻ്റെ കാവൽക്കാരാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരാണ്, നമ്മുടെ
ഇടവകയുടെ കാവൽക്കാരാണ്, നമ്മുടെ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. കാവൽക്കാര രാത്രി എന്തായി എന്നുള്ള വലിയൊരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു വലിയ ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ ജഡത്തെ പാപത്തിൽ വീഴാതെ, പാപത്തിൽ കിടന്ന് രസിക്കാതെ, പാപത്തിൽ കിടന്ന് മതിമറന്ന് വീഴാതെ നമ്മുടെ ജഡത്തെ, നമ്മുടെ ഈ ദേഹം, ദേഹി ആത്മാവിനെ കാവൽ ചെയ്യേണ്ട ഒരു വലിയ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. തിമയുടെ മകനായ ബർത്തിമായി ഒരു പ്രാവശ്യം കർത്താവിനെ കണ്ട് ചോദിക്കുന്നു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. ആ ഉച്ചത്തിലുള്ള നിലവിളി കേൾക്കുമ്പോൾ നിന്നവനായ ഒരു ദൈവം ഒരു പുരുഷാരത്തിൻ്റെ കൂടെ നടന്നു പോയപ്പോൾ ആ ഉച്ചത്തിലുള്ള, അത്യുച്ചത്തിലുള്ള ഒരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളൊരു വിളി കേട്ടപ്പോൾ അവിടെ നിന്നവനായ ഒരു യേശുവിനെ നമുക്കാണ്. കരുണാർദ്രമായ ഹൃദയമുള്ള യേശുവിനെ നമുക്ക് പരിചയമുണ്ട്. നിനക്ക് എന്ത് വേണമെന്ന് കർത്താവ് ചോദിക്കുക. ഞാൻ എന്ത് നിനക്ക് ചെയ്തു തരണമെന്ന് കർത്താവ് അപ്പോൾ അവനോട് ചോദിക്കുക. റബ്ബി, എനിക്ക് കാഴ്ച നൽകണം, എനിക്ക് കാഴ്ച കിട്ടണം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് കരുണാർദ്രനായ ഈ നല്ല ഇടയൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ സുഖം പ്രാപിച്ചവനായി, സൗഖ്യം പ്രാപിച്ചവനായി യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ നമുക്ക് കാണാം. ഈ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ, വചനത്തിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാട്. നമുക്ക് വേണ്ടി കഞ്ഞാടിൻ്റെ ആ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി മറുവിലയായിട്ട് കൊടുത്തു. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയവനായ ദൈവം യേശുക്രിസ്തു അവൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തെന്നുള്ള വലിയൊരു സത്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ, പുത്രനിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ ഒരു കൃപയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇനി ഞാൻ ഒരിക്കലും തെറ്റിപ്പോവില്ല, നിന്റെ വചനത്തിൻ്റെ കീഴിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറിപ്പോവില്ല, നിന്റെ കൃപയിൽ നിന്ന് ഞാൻ ഒരിക്കലും വീണുപോവില്ല, നിന്റെ വചനത്തോട് ഞാൻ പറ്റിച്ചേർന്നു എന്നുള്ള. കർത്താവെ, നിന്റെ വചനത്തിനനുസരിച്ച് യെസ് ലോഡ് എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ജീവിതാന്ത്യം വരെ നിന്നുകൊള്ളാം എന്ന് നമ്മൾ കർത്താവിനോടൊരു സമർപ്പണവാക്യം പറയുകയാണെങ്കിൽ, ആ സമർപ്പണവാക്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ആ തുളയ്ക്കപ്പെട്ട കരം നിങ്ങളുടെ മേൽ വയ്ക്കും, ഓരോരുത്തരുടെ മേലും വയ്ക്കും. ഇന്ന് നമ്മുടെ ഒരു വീണ്ടെടുപ്പിൻ്റെ ദിവസമാകട്ടെ, ഇന്ന് നമുക്ക് ഒരു നല്ല ഒരു തിരിച്ചുവരവിൻ്റെ ദിവസമാകട്ടെ. കർത്താവിൻ്റെ വചനം നമ്മളെ എപ്പോഴും ശക്തിപ്പെടുത്തും. ആ സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ശിഷ്ടകാലം ജീവിക്കുവാൻ നമുക്കിടയാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ കർത്താവെ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ ഇടയാകണമേ. എൻ്റെ ദൈവമേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ, നീ നയിക്കുന്ന ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ അന്ത്യം വരെയും ജീവിച്ച്, കർത്താവെ, നിൻ്റെ ഒരു വിശ്വസ്ത സാക്ഷിയായി ജീവിക്കുവാൻ അന്ത്യം വരെയും ഞങ്ങൾക്ക് ഇടയാക്കണമേ. എല്ലാ മഹത്വവും നീ മാത്രം എടുക്കണമേ. എല്ലാം യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടറിയണമേ. ആമീൻ.